അഭിമുഖം കൊടുക്കുന്ന സമയത്ത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം ചാനൽ തന്നെ തിരഞ്ഞെടുത്തത് യാദൃശ്ചികമായിട്ട് പാർട്ടി കാണുന്നില്ല. പാർട്ടിക്കെതിരായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് ചാനൽ ചർച്ചയും മറ്റും സംഘടിപ്പിക്കുന്ന ആളെ തന്നെ അതിനുവേണ്ടി നിയോഗിച്ചതും യാദൃശ്ചികമാണ് എന്ന് പാർട്ടി കാണുന്നില്ല. അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത്. സെറ്റ് ചെയ്ത അജണ്ട, തിരഞ്ഞെടുത്ത സമയം, തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ കൃത്യമായി സമയം തിരഞ്ഞെടുത്ത് അജണ്ട സെറ്റ് ചെയ്ത് തയ്യാറാക്കിയ അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുകയും അതിനെ തുടർന്ന് മറ്റ് ചാനലുകളും മറ്റും അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം 2022 ഏപ്രിൽ മാസത്തിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്ത കാര്യങ്ങളാണ്, തീരുമാനമെടുത്ത കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. ആ ഘട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ നിറം പിടിപ്പിച്ച നുണകൾ, കഥകൾ പ്രചരിപ്പിച്ചതുമാണ്. അപ്പോൾ 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ തുടർന്ന് കുറച്ചു കാലം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കുകയുണ്ടായി. എന്നാൽ അധികം വൈകാതെ വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാക്കി. ആയതിനു ശേഷം പിന്നീട് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനത്തിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി മാറുകയും ചെയ്തു. അപ്പോൾ 2022 ഏപ്രിൽ മാസത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പാർട്ടിക്കകത്ത് അദ്ദേഹം ഉന്നയിച്ചതാണ്. ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്താണ്. ചർച്ച ചെയ്ത് വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്നതാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയതാണ്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി മെമ്പറായതിന് ശേഷം അദ്ദേഹം പുതിയ ചില വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചൊരു വിഷയം. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് TA മസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, TA മസൂദൻ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റല്ല. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കൊരു സബ് കമ്മിറ്റി ഉണ്ട്. ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനറും TA മസൂദനല്ല, ബാങ്കിൻ്റെ പ്രസിഡൻ്റല്ല,
വൈസ് പ്രസിഡൻ്റല്ല, ആ ഭരണസമിതിയിലെ അംഗമല്ല, ബാങ്കിൻ്റെ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി.എ. മസൂദനല്ല. അപ്പോൾ ബാങ്ക് ഭരണസമിതി തീരുമാനപ്രകാരം ഈ സബ് കമ്മിറ്റി, പാർട്ടിയുടെ സബ് കമ്മിറ്റി തന്നെ പരിശോധിച്ചുകൊണ്ട് പാർട്ടി സബ് കമ്മിറ്റി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തിൽ അനുമതി തേടി നിയമപരമായി വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്.